ഒന്നും കിടത്തി ഉറക്കിയിട്ടില്ല. നിങ്ങളോടൊക്കെ ഇങ്ങനെ പറയില്ലേ, ഏത് നേരം നോക്കിയാലും ഫോണ്, ഏത് നേരം നോക്കിയാലും TV, എപ്പോ നോക്കിയാലും ഫ്രണ്ട്സ് മാത്രമേ ഉള്ളൂ, എപ്പോ നോക്കിയാലും അടിച്ചു പൊളിക്കൽ മാത്രമേ ഉള്ളൂ, പഠിക്കണം എന്നൊരു ചിന്ത ഇല്ല, ലൈഫിൽ എന്തെങ്കിലും ആവണം എന്നൊരു ആഗ്രഹം ഇല്ല. ഈ പറഞ്ഞ് പിന്നാലെ നടക്കുന്ന പാരന്റ്സിനെ ലൈഫിൽ നമ്മൾ തിരിച്ചറിയുന്ന ഒരു മൊമെന്റ് വരും. ഞാൻ ഇന്ന് സംസാരിക്കുന്ന എല്ലാ വേദികളിലും ഞാൻ വിജയിച്ചതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തില് ഞാൻ പറയുന്ന രണ്ട് വ്യക്തികൾ ഉണ്ടെങ്കിൽ അതെന്റെ ഉമ്മി വാപ്പിയാണെന്ന് ഞാൻ പറയലേ. കാരണം അത്രയും പറഞ്ഞിട്ടുണ്ട് അവര്, ഉറങ്ങാൻ സമ്മതിച്ചിട്ടില്ല. കടന്നുറങ്ങുന്ന ഉറക്കത്തിൽ കൂടെ കിടക്കുമ്പോൾ പോലും ലൈഫിൽ എന്തെങ്കിലും ആവണം, എവിടെങ്കിലും എത്തണം, എന്തെങ്കിലും നേടണം എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. എത്ര എതിർപ്പുകൾ നമ്മളടുത്ത് ഉണ്ടായാലും നമ്മളിങ്ങനെ പറയും, നിങ്ങൾക്ക് ഒരു നേരം സ്വയം തരൂല, എന്ത് വീടാണിത്, എന്ത് പ്രശ്നമാണിത്, നമ്മളെ മക്കൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. നിങ്ങൾ മനസ്സിലാക്കുക, എന്തായാലും മക്കൾ ഈ പ്രായത്തിൽ ഇതിങ്ങനെ പറയുമ്പോ നമ്മളോട് എതിർപ്പ് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഞാനും പറഞ്ഞിട്ടുണ്ട്, വയറും നിറച്ച്. ഉമ്മടക്കം തിരിച്ചു പറഞ്ഞ മറുപടികൾക്ക് ഇന്ന് ഞാനിങ്ങനെ ക്ഷമ ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കാരണം ആ പ്രായത്തിൽ നമുക്ക് എൻജോയ് ചെയ്യാ, എന്റർടൈൻ ചെയ്യാ, എപ്പോഴും പഠിക്കാൻ പറയാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വെറുപ്പുള്ള ആലയം. പക്ഷെ വൺ ഡേ വരുമ്പോ നമ്മൾ മനസ്സിലാക്കും,